ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കൊണ്ട് എളുപ്പത്തിലുള്ള ഒരു കറിയാണ്. അതിനൊരു കപ്പ് ഒരു കപ്പ് ചെറുപയർ എടുക്കണം. അത് പിന്നെ നമ്മളൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു സ്പൂണ് ഉപ്പിടണം. ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് നമ്മളത് വേവിക്കാൻ വയ്ക്കണം. നമ്മൾ ആ പയർ വെച്ചിട്ടുണ്ട്. ഇതൊരു 3-4 പ്രാവശ്യം അത് വിസിലടിച്ചു. അതിന് ശേഷം നമുക്ക് ഇനിയിപ്പം നമുക്കത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ആ പയർ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഞാൻ തലേദിവസം വെള്ളത്തിലൊക്കെ ഇടേണ്ടതാണ്. പക്ഷെ ഞാൻ ഇന്നും അങ്ങനെ എടുത്തിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്തതാണ് ഇതിങ്ങനെ കറി ഉണ്ടാക്കാം. അപ്പം നമുക്കത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനി അവിടെ ഇരിക്കട്ടെ. നമുക്കിനിയും അതിനകത്ത് കടുക് വറുത്ത് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനാവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത്, നമുക്ക് സവാള വേണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 5 അല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തതാണ്. കടുക് വറക്കാനായിട്ട് നമ്മുടെ ചുവന്ന മുളക്, കറിവേപ്പില, പിന്നെ മസാലയായിട്ട് വേണ്ടത് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മതി. പിന്നെ ഉപ്പും, പിന്നെ കടുക് വറക്കാനായിട്ട് എണ്ണ, പിന്നെ നമ്മുടെ കടുക്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മതി. ഇനി നമുക്കത് ഇങ്ങനെയാണ്, ചട്ടി ചൂടായി കഴിയുമ്പം, നമ്മൾ ചട്ടി വെച്ചത് ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ എണ്ണ ഒഴിച്ചത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇടണം. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഈ കറിവേപ്പില നമ്മൾ ഫ്രീസറിൽ കയറ്റി വെച്ചിരുന്ന കറിവേപ്പില, ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ, അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ കറിവേപ്പില ഉപയോഗിക്കാൻ പറ്റും. അതിന് വീഡിയോ കണ്ടിട്ടില്ലാത്തവരത് കണ്ട് അതുപോലെ ഉപയോഗിക്കണം. നമ്മളിപ്പോൾ കടുക് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളിയും പിന്നെ സവാളയും അതൊന്ന് വഴറ്റണം. വഴറ്റി നമ്മൾ അത് വന്നിട്ട് നമുക്ക് ഈ പൊടികൾ ചേർക്കണം. വഴന്ന് വരാനായിട്ട് ഒരു ഇച്ചിരി ലേശം ഉപ്പൂടെ നമുക്ക് ചേർക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചാണ് നമ്മൾ പയർ വേവിക്കാൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഈ സവാളയൊന്നും വാടി വരുന്ന വിധത്തില്ല, അത് മതി. നമ്മൾ സവാള വാടി വരും. അപ്പോൾ ഏകദേശം നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിരിക്കുന്നത് ഇടാം. അതൊന്ന് വഴറ്റിയെടുക്കണം. തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് നമ്മളത് വഴറ്റിയെടുക്കണം. ഈ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ചതച്ച് ചേർക്കാം. ഇവിടെയൊക്കെ ഭയങ്കര യുക്കലൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര റേറ്റല്ലേ കൊച്ചുള്ളിക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് സവാള ഉപയോഗിച്ചതേ ഉള്ളൂ. പിന്നെ അത് കഴിയുന്നുണ്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിനകത്തോട്ട് ഒഴിക്കുക. പിന്നെ വെച്ചിട്ട് പിന്നെ അതിനകത്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഒഴിക്കുക. ഇപ്പം നമ്മുടെ ഈ കറി ഏകദേശം ആയി. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. അതിൽ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഊണിന് ഉള്ള കറിയായി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായം പറയണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
പിന്നെ ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.